യൂത്ത് കോൺഗ്രസിനെ പാഠം പഠിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയും എസ്എഫ്ഐയും രംഗത്തിറങ്ങിയതോടെ കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും തെരുവ് യുദ്ധത്തിന് കളമൊരുങ്ങുകയാണ്. അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന ഭീഷണിയുമായി ഡിവൈഎഫ്ഐ ഇറങ്ങിയതിന് പിന്നിൽ കൃത്യമായ ഒരു കാരണമുണ്ട്. യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ശക്തമായ സമരങ്ങളാണ് സഖാക്കളെ പ്രകോപിപ്പിച്ചത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ വീട്ടിലേക്ക് റീത്ത് വെക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറായതോടെ ഡിവൈഎഫ്ഐയുടെ നിയന്ത്രണം വിട്ടു. മന്ത്രി മരണവ്യാപാരിയായി മാറിയെന്നും നിരന്തരമായ ചികിത്സാ പിഴവുകളിൽ നടപടിയില്ലെന്നും ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം കടുപ്പിച്ചത്. എന്നാൽ ഡിവൈഎഫ്ഐയുടെ ഭീഷണിക്ക് അതേ നാണയത്തിൽ മറുപടി നൽകിക്കൊണ്ട് മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് MLA-യുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തിയതോടെ കളി മാറിയിരിക്കുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അതിശക്തമായ ഭാഷയിലാണ് രാഹുൽ ഡിവൈഎഫ്ഐയുടെ ചരിത്രം ഓർമ്മിപ്പിച്ചത്. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തകർത്ത് അവിടെ വാഴ വെച്ചവർ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനെ ധാർമ്മികത പഠിപ്പിക്കാൻ വരേണ്ടതില്ലെന്ന് അദ്ദേഹം തുറന്നടിച്ചു. മട്ടന്നൂരിലെ ബസ് കത്തിക്കൽ, പറശ്ശിനിക്കടവിലെ പാമ്പ് വളർത്തൽ കേന്ദ്രത്തിന് തീയിട്ടത്, വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പലിന് ശവകുടീരം ഒരുക്കിയത്, മഹാരാജാസിലെ കസേര കത്തിക്കൽ തുടങ്ങി ഉമ്മൻചാണ്ടിയുടെ കാർ ആക്രമിച്ച സംഭവം വരെ രാഹുൽ അക്കമിട്ട് നിരത്തി. വിരട്ടിയാൽ പേടിക്കാൻ യൂത്ത് കോൺഗ്രസ് ഒന്നും വിജയൻ ഫാൻസ് അസോസിയേഷൻ അല്ല. ഇത്തരത്തിലുള്ള രാഹുലിന്റെ പരിഹാസം സഖാക്കളെ ശരിക്കും പൊള്ളിച്ചിട്ടുണ്ട്. ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണും ചികിത്സാ പിഴവ് കൊണ്ടും മനുഷ്യർ മരിക്കുമ്പോൾ മിണ്ടാത്തവർക്ക് മന്ത്രിയുടെ വീട്ടിലെ റീത്ത് കാണുമ്പോൾ മാത്രം ധാർമ്മിക രോഷം വരുന്നത് രാഷ്ട്രീയ തിമിരം കൊണ്ടാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ തിമിരം മാറ്റാൻ AKG സെന്ററിലെ ക്യാപ്സ്യൂൾ മതിയാകില്ലെന്നും പുതുയുഗ യാത്ര തടയുമെന്ന ഭീഷണി കേട്ട് ആരും പേടിക്കില്ലെന്നും രാഹുൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ രാഹുലിനെതിരെ കൊലവിളിയുമായി ഡിവൈഎഫ്ഐ സൈബർ വിങ്ങും രംഗത്തുണ്ട്. പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ചിട്ടും രാഹുലിനെ തൊടാൻ കഴിയാതിരുന്നതിന്റെ ജാള്യത ഡിവൈഎഫ്ഐയുടെ കമന്റുകളിൽ പ്രകടമാണ്. രാഹുലിന്റെ വെല്ലുവിളിയും VD സതീശന്റെ യാത്രക്കെതിരെ ഉണ്ടാകാൻ സാധ്യതയുള്ള ആക്രമണ ഭീഷണിയും കണക്കിലെടുത്ത് പോലീസ് അതീവ ജാഗ്രതയിലാണ്. ചുരുക്കത്തിൽ ചുണയുണ്ടെങ്കിൽ പോരിന് വാടാ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളിക്കുമ്പോൾ പ്രതിരോധിക്കാൻ വാക്കുകളില്ലാതെ നിൽക്കുകയാണ് ഡിവൈഎഫ്ഐ.